ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രൊഡക്റ്റീവ് വിമൻ ചെയ്യേണ്ട 10 മോർണിംഗ് റിച്വൽസ്, 10 പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും ഒരു റിമൈൻഡറായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ കുറച്ചും കൂടി കൂടുതൽ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വേക്കപ്പ് വിത്ത് ഇൻറ്റൻഷൻ. നമ്മൾ ജസ്റ്റ് വേക്കപ്പ് ചെയ്യല്ല, ഒരു പേർപ്പസ് ഉണ്ടാവണം. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കിയിട്ട് അങ്ങനെ സമയം കളയാതെ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടോടു കൂടി ഇന്ന് ഞാൻ പ്രോഗ്രസ്സാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ വയ്ക്കുക. ഇന്നത്തെ ദിവസം നല്ലതായിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ തന്നെ മൈൻഡ് ഒരു നല്ലൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് തന്നെ നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യും, നല്ല കറക്റ്റ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻറ്റൻഷണൽ മോർണിംഗ്സ് നമ്മുടെ ആക്ഷൻസ് എല്ലാം ഇൻറ്റൻഷണലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ കാര്യങ്ങളിൽ കാമായിട്ട് ചെയ്യുന്നതാണെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാം നമ്മുടെ ഒപ്പം ആ ഒരു എനർജി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വേക്കിംഗ് അപ്പ് വിത്ത് ഇൻറ്റൻഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നൊരു നല്ലൊരു ദിവസമായിരിക്കും, ഇന്ന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഇന്ന് ഞാൻ കാമായിട്ടിരിക്കും. അങ്ങനെ നല്ല കാര്യങ്ങളിൽ ഒന്ന് മനസ്സ് ഫോക്കസ് ആക്കിയിട്ട് എഴുന്നേൽക്കുക. അടുത്തൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ താങ്ക്ഫുള്ളായിട്ടിരിക്കുക. എന്നും എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ രാവിലെ 3 കാര്യങ്ങൾ, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിനെ നല്ലതായിട്ട് കൊണ്ടുപോകുന്ന 3 കാര്യങ്ങളെ കുറിച്ചിട്ട് ജസ്റ്റ് നെയിം ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. അത് തന്നെ നമ്മുടെ ബ്രെയിനിലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരും, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഡോപ്പമിനും സെറട്ടനും നമ്മുടെ ഹാപ്പി കെമിക്കൽസ് എല്ലാം ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ കൂടുതൽ ഓപ്റ്റമിസ്റ്റിക് ആക്കുകയും ചെയ്യും. ടഫ് ഡേയ്സ് ആണെങ്കിലും നമുക്ക് എപ്പോഴും നമുക്ക് ഹെൽത്തുണ്ട്, വീടുണ്ട്, കോഫി കുടിക്കാം, ചായ കുടിക്കാം, അങ്ങനത്തെ ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും നമുക്കുള്ളതെല്ലാം നമ്മളൊന്ന് പറയുക, അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക. ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ലൈഫിൽ എന്തെല്ലാം അബണ്ടൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിൽ താങ്ക്ഫുള്ളായിട്ട് നമ്മൾ മാറും. നമ്മളപ്പോൾ കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് ഒരു ഡേ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും, സാറ്റിസ്ഫൈങ് ആയിട്ട് കൊണ്ടുപോകാനും കഴിയും. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഗോൾസ് വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് നമ്മുടെ കണ്ണിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ടാവും, ഗോൾസ് ഉണ്ടാവും. അപ്പം നമുക്കങ്ങനെ ഗോൾസ് ഉണ്ടെങ്കിൽ 2-3 മിനിറ്റ് ജസ്റ്റ് കണ്ണടച്ചിട്ട് നമുക്കത് ഓൾറെഡി അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ സമയത്ത് നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും, നമ്മളെത്ര ഹാപ്പി ആയിട്ടിരിക്കും, നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പം നമുക്കുണ്ടാവുന്ന കോൺവെർസേഷൻസ്, ഇതെല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ സബ് കോൺഷ്യസിന് ഇത് മനസ്സിലാവില്ല, റിയൽ ഏതാ, ഇമാജിനറി ഏതാ, റിയൽ സക്സസ് ആണോ. അപ്പം നമ്മുടെ ബ്രെയിൻ അതിലോട്ട് ഫോക്കസ്ഡ് ആവും, നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും. പ്രൊഡക്റ്റീവ് വിമൻ എല്ലാവരും വിഷ്വലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ കൂടുതൽ നമ്മുടെ ഗോൾസിനെ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ കൂടുതൽ ആ ഗോൾസിനോട് അടുത്തുകൊണ്ടിരിക്കും. പറ്റുമെങ്കിൽ നമ്മുടെ തോട്ട്സ് ജേർണൽ ചെയ്യുക. മോർണിംഗ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഡീറ്റോക്സ് പോലെയാണ്. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഫ്രീലി നമ്മുടെ തോട്ട്സ് എഴുതുക, നമ്മുടെ ഫീലിങ്സ്, അതുപോലെ നമ്മുടെ ടു ഡു ലിസ്റ്റ്, ഇതെല്ലാം അങ്ങ് എഴുതുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ അങ്ങ് ക്ലിയർ ആവും. ആ ബ്രെയിനിൻ്റെ ഫോഗൊക്കെ അങ്ങ് മാറി കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. നമ്മുടെ മൈൻഡ് ക്ലട്ടർ ഫ്രീ ആകുമ്പോഴത്തേനും നമ്മുടെ ഡേ കൂടുതൽ സ്മൂത്തായിട്ട് റൺ ചെയ്യും. അപ്പോൾ മിക്ക സ്മാർട്ടായിട്ടുള്ള ലേഡീസും ജേർണലിങ് അവരുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ട്രെസ്സും, നമ്മുടെ ഇമോഷണലി നമ്മൾ സ്ട്രെയിൻഡ് ആണെങ്കിൽ അത് ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജേർണലിംഗ് യൂസ് ചെയ്യും. നമുക്ക് ഈ പ്രോംപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ മനസ്സിലിപ്പോൾ എന്താണ്, ഞാൻ ഇന്ന് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്രോംപ്റ്റ്സ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് നല്ലപോലെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക. ഒരു വലിയ ലോങ് വർക്കൗട്ട് എന്നല്ല, ഒരു 10 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്യുക. നമ്മൾ അങ്ങനെയൊന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂഡൊന്ന് ബൂസ്റ്റ് ആവും, കൂടുതൽ എനർജി ഉണ്ടാവും, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, നമ്മുടെ എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും നമ്മുടെ ആ ഡേക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവും. അപ്പം മിക്കവാറും ഒത്തിരി ആളുകൾ യോഗ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്വിക്ക് വർക്കൗട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിപ്ലിനും കോൺഫിഡൻസും എല്ലാം ഉണ്ടാക്കാൻ കഴിയും. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ ആണ് നമ്മുടെ സക്സസ്സിൽ. അപ്പോൾ അതിനെ എപ്പോഴും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പം ബോഡി തിരിച്ച് നമ്മളെയും ടേക്ക് കെയർ ചെയ്യും. 6th പോയിൻ്റാണ് മൈൻഡ്ഫുള്ളായിട്ട് ബ്രീത്തിങ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ആ ഡേ ഒന്ന് തെറ്റി കഴിഞ്ഞതിന് പിന്നെ നമ്മളൊന്ന് സ്റ്റില്ലായിട്ടിരിക്കുക, 5 മിനിറ്റ്സ് ഡീപ് ബ്രീതിങ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ കിട്ടും. ആൻസൈറ്റി കുറയ്ക്കുന്ന, ഫോക്കസ് കൂട്ടുന്ന, സെൽഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് വെച്ചിട്ട് സിറ്റ് ക്വയറ്റ്ലി ഒന്ന് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക, ഫുള്ളി എക്സെയിൽ ചെയ്യുക. നമുക്ക് ആ സമയത്ത് ഐ എം കാം, ഐ എം കേപ്പബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാനും, ഒത്തിരി ചാലഞ്ചസ് വരുമ്പോൾ നമ്മൾ പതറിപ്പോവാതിരിക്കാനും, എല്ലാം പെട്ടെന്ന് നമ്മൾ വെപ്രാളപ്പെട്ട് പോവാതിരിക്കാനും, കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൈൻഡിന് വേണ്ടി കൊടുത്തു. നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല റിയൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഫൈബർ, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല നറിഷിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷുഗറി ആൻഡ് പ്രോസസ്ഡ് ഓപ്ഷൻസ് നമുക്കൊരു എനർജി ഹൈക്ക് ഉണ്ടാക്കും, പക്ഷേ ഒരിക്കലും അത് നല്ലതല്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കുക. അത് നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും. അപ്പം കഴിയുന്നതും ഒന്ന് മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കുക. ഫോൺ യൂസ് ചെയ്യാതെയും ലാപ്ടോപ്പ് യൂസ് ചെയ്യാതെയും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ആ ഒരു ടൈം നമ്മൾ നമ്മളുടെ ബോഡീനെ ഒന്ന് അറിഞ്ഞും കൊണ്ട് ഒരു സെൽഫ് കെയർ മോഡിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള, നമുക്ക് ഫീൽ ഗുഡ് ചെയ്യുന്ന ഡ്രസ്സ് വെയർ ചെയ്യുക. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ ചില ഡ്രസ്സ് ഇടുമ്പം, നമ്മളെ തന്നെ വെൽ പ്രസൻറ്റ്. ചിലർക്ക് ബ്ലാക്ക് ഇടുമ്പോഴായിരിക്കും ആ ഒരു ഇത് കിട്ടുന്നത്. പിന്നെ കുറച്ച് ഫാറ്റായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇപ്പം ഫ്രണ്ടിലൊക്കെ നമ്മുടെ വയറധികം കാണാത്ത തരത്തിലുള്ള ഡ്രസ്സൊക്കെ നമുക്കിപ്പോൾ കിട്ടുമല്ലോ, ലൂസ് ഫിറ്റ് ആയിട്ടുള്ളതൊക്കെ. അപ്പം ചിലർക്കൊക്കെ അതായിരിക്കും കംഫർട്ടബിൾ. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആട്ടോ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരി വയറൊക്കെ ഉണ്ട്, കുറച്ച് നമ്മൾ ഫാറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഡ്രസ്സുകൾ നമ്മൾ ചൂസ് ചെയ്യാം. അത് തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാനും മിങ്കിൾ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. ഇപ്പം നമ്മൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ കൂടിയും നല്ല വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്കൊരു ഗുഡ് സ്റ്റാർട്ട് കിട്ടും. ജസ്റ്റ് നമ്മുടെ ഫേസൊക്കെ ഒന്ന് നറിഷ് ചെയ്ത് ഒരു ലിപ് ബാമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മുടെ ടോപ്പ് 3 പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു ലോങ് ടു ഡു ലിസ്റ്റ് കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്ത് തീർക്കുന്നു പകരം അന്ന് തീർക്കേണ്ട ഒരു ടോപ്പ് 3 മസ്റ്റ് ഡൂസ് ഒന്ന് നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഫോക്കസ് ഉണ്ടാവും. അത് നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് നമ്മളെ ഒന്ന് ഫോക്കസ് ആയിട്ടിരിക്കാനും നമ്മൾക്ക് ഒരു എന്ത് ചെയ്യും എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അതൊന്ന് നമ്മൾ ചെയ്ത് ശീലമില്ലെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ടു ഡു ലിസ്റ്റ് എഴുതുന്നതിനൊപ്പം അന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് പോയിൻ്റാണ്. ട്രൈ ടു ടെൽ പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മുടെ വേർഡ്സിന് പവറുണ്ട്. നമ്മളോട് പറയുന്നതിലും പവറുണ്ട്. നമ്മൾ പലപ്പോഴും എനിക്ക് കഴിവില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്യും. അപ്പം നമ്മൾ ഉറക്കെ തന്നെ അഫർമേഷൻസ് പറയും. ഞാൻ പ്രൊഡക്റ്റീവാണ്, ഞാൻ ഫോക്കസ്ഡ് ആണ്, ഞാൻ ഗുഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് ഞാൻ സക്സസ്ഫുൾ ആവും. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അഫർമേഷൻസ് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസിന് ഫീഡ് ചെയ്യാണ്.
കൂടുതൽ സമയം കഴിയുന്തോറും നമ്മൾ കൂടുതൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, നമ്മുടെ മോട്ടിവേഷനും റെസിലിയൻസും എല്ലാം കൂടും. നമ്മുടെ ഉള്ളിലെ ഇന്നർ ഡയലോഗ് ഇസ് വാട്ട് വി ഫൈനലി ബിക്കം. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആക്ഷൻസും അങ്ങനെയാവും. നമ്മൾ പറയുന്നതായിരിക്കും നമ്മൾ ഫൈനലി നമ്മൾ ആയി വരുന്നത്. സോ സ്പീക്ക് ലൈക്ക് ദ വുമൻ യു ആർ ബിക്കമിങ് ആൻഡ് യുവർ ലൈഫ് വിൽ റൈസ് ടു മീറ്റ് ഹർ. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ നമ്മൾ സംസാരിക്കുക, ആൻഡ് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിച്ച ലേഡീനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയർന്നു വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക, സക്സസ്ഫുൾ പ്രൊഡക്റ്റീവ് വിമൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന 10 മോർണിംഗ് റിച്വൽസ്. ഇത് ഒരു ഇൻഫർമേഷൻ പോലെ പറഞ്ഞതാണ്. നമുക്കെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ബട്ട് യു ക്യാൻ ഓൾവേസ് ട്രൈ അല്ലേ. ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ വരുത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. എപ്പോഴും മാറ്റങ്ങൾ എന്നും ഒരുപോലെ പോവാതെ മാറ്റങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മുടെ ലൈഫ് ബെറ്ററായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, മോട്ടിവേറ്റിംഗ് ആയി എന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറന്നു പോലെ. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.